ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു BM-ന്റെ ഫുൾ ഇന്റീരിയർ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ കസ്റ്റമറോട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലെതറൊക്കെ ഫുള്ളി പ്രശ്നമായി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെതറൊക്കെ ഊരി വെച്ച് ലെതറൊക്കെ വെളിയിലെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എങ്ങനെയാണ് ഊരുന്നതെന്ന് നോക്കാം. ഓക്കെ, അവർ കാണണ്ട. ഓക്കെ, ചെയ്യുന്നത് നമ്മളുടെ കസ്റ്റമർ കാണണ്ട, അവർ ചങ്ക് പൊട്ടിച്ചാവും. ഓക്കെ, ഈ സാധനം നമുക്ക് ഇളക്കി ഇങ്ങെടുക്കാം. കിട്ടി, സാധനം കിട്ടി. ഇത് നമുക്ക് ഇവിടെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് എടുത്ത് അകത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ഇനി വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് കച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, കച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മളുടെ വർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്റീരിയർ ക്ലീനിങ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ, ഇന്റീരിയർ ക്ലീനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പെക്സ ആപ്പിൽ പ്രോഡക്റ്റ് ഇന്റീരിയർ ക്ലീനർ അവൈലബിൾ ആണ്. നമ്മളിപ്പം ഇന്റീരിയർ ക്ലീനിങ്ങിന് ഏത് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. സോ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഫ്രാഞ്ചൈസി സർവീസ് അവൈലബിൾ ആണ്. സോ പെക്സ ആപ്പിൽ കയറി സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് ഡോർ സ്റ്റെപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ റൂഫ് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. റൂഫ് ക്ലീനിങ്ങിന് നമുക്ക് നോക്കി അറിയാം, ഡേർട്ട് കുറച്ച് വലിയ രീതിയിലുള്ള ഡേർട്ട് ഇല്ല. പക്ഷേ നമ്മൾ കസ്റ്റമർ ഒരു എക്സ്പെർട്ടിനെ വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ബിക്കോസ് ഇത് BM ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എക്സ്പെർട്ടിനെ വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ളി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ റൂഫ് ക്ലീനിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി റൂഫ് ക്ലീനിങ് സ്മോൾ ഡേർട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെതർ ക്ലീനറാണ്. അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് എന്ത് എഫക്റ്റീവായിട്ടാണ് ചേഞ്ചസ് ഉള്ളതെന്ന്. നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ ഇതാണ് ബിഫോർ. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ ചെയ്തു വരുന്നത്. ഇതാണ് ആഫ്റ്റർ. നല്ല രീതിയിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിനകത്ത് പല പല സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഡേർട്ട്. അപ്പം ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡേർട്ട് മാറിയിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആ ഒരു കളർ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫോം ചെയ്യാൻ പോവുകയാണ്. ഫോം ചെയ്യാൻ നേരം നമ്മൾ സിന്തറ്റിക് വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക് വാക്സ് യൂസ് ചെയ്താലുള്ളൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ ഫോമിന് ശേഷം നല്ല രീതിയിലൊരു നല്ല രീതിയിലൊരു ഷൈനസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പം ഇതൊരു ലക്ഷറി വെഹിക്കിൾ കൂടി ആയതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കാണുന്നത് പോലെ ഫോമിങ്ങിൽ നമ്മളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട പോർഷനായ ഫോമിങ്ങിൽ നമുക്ക് കാണാം. ഓക്കെ,
വണ്ടിയുടെ കളർ തിരിച്ചു വന്നല്ലോ. ഇപ്പോഴാ വണ്ടിയുടെ കളർ തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കാർ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇൻറ്റീരിയർ ക്ലീനിങ്ങിലോട്ട് കയറിയിരിക്കുവാണ്. അപ്പം ഇൻറ്റീരിയർ ക്ലീനിങ്ങിൽ ഇതിൻ്റെ കോർണേഴ്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ ലെതർ സർഫേസിലെല്ലാം തന്നെ നല്ല രീതിയിൽ ഡേർട്ടുണ്ട്. അപ്പം നമ്മൾ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ട് ബ്രഷ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കോർണേഴ്സിലൊക്കെയാണ് കൂടുതൽ ഡേർട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ കോർണേഴ്സിലെല്ലാം തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഡേർട്ടുണ്ട്. ഓക്കെ, അപ്പം അതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ബ്രഷ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വൈപ്പ് ചെയ്താലേ അതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. കോർണേഴ്സിലും സൈഡ് പാർട്സിലും എല്ലാം തന്നെ നല്ല രീതിയിൽ ഡേർട്ട്സ് ഉണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റീമിങ് കൂടെ ചെയ്തിട്ടാണ് നമ്മളിത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ബിക്കോസ് ഇതിൻ്റെ കൂടെ ഒരു ഡിസിൻഫെക്ഷൻ കൂടിയാണ് ഡിസിൻഫെക്ഷൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സ്റ്റീമിങ്ങും വിത്ത് കെമിക്കലും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് ദാറ്റ് മീൻസ് ആ ഒരു ക്ലീനിങ് ടൈമിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബിഫോർ ആൻഡ് ആഫ്റ്ററിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മുടെ ലെതർ ക്ലീനിങ് പാർട്ട് ബാക്കിയുള്ള എല്ലാ സീറ്റും നമുക്ക് ഇനി ക്ലീൻ ചെയ്യാം. ഓക്കെ, ലെതർ ക്ലീനിങ്ങിൽ നല്ലോണം ക്ലീൻ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സീറ്റേ നല്ലോണം അഴുക്കിറങ്ങിയതൊന്നും ഉറപ്പുണ്ടായിരുന്നു. ഡോറിന് ചെയ്യാനുണ്ടല്ലേ, ലെതറായോണ്ട് വലിയ സീനില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെതർ സീറ്റ് എല്ലാം ഏകദേശം ഫ്രണ്ട് പാർട്ട് എല്ലാം തന്നെ ക്ലീൻ ചെയ്തു. ബാക്ക് സീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു രീതിയിലുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു രക്ഷയില്ലാത്ത ഡിഫറൻസ് നമുക്ക് കിട്ടി. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളി ഇൻറ്റീരിയർ ഒരു രക്ഷയില്ലാതെ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീമിങ് ചെയ്ത് ബാക്കിയുള്ള പാർട്സിൽ കൂടെ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻസിലെ സ്മെൽസ്, ബാഡ് ഓഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഈ സ്റ്റീമിങ് ചെയ്യുന്നതുകൊണ്ട് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഫുൾ ഇൻറ്റീരിയർ സ്റ്റീം ചെയ്യുവാണ്. ഓക്കെ, അതുപോലെ തന്നെ കാറിൻ്റെ മ്യൂസിക് സിസ്റ്റം അതേപോലെ തന്നെ ഇലക്ട്രോണിക് പാർട്സ് എല്ലാം തന്നെ നോക്കി കെയർ ചെയ്ത് വേണം നമ്മൾ സ്റ്റീമിങ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മളുടെ സർവീസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഔട്ടർ പാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിലൊരു വാക്സ് ഫിനിഷും ഒരു ഷൈനും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻറ്റീരിയർ എല്ലാം തന്നെ ഫുള്ളി ഡീപ്പായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ആ ഒരു ഷൈനസും വൈറ്റ്നസ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയത്. ഓക്കെ, എനിവേ അപ്പോൾ നമ്മൾ ഫുള്ളി ക്ലീൻ ആക്കി കസ്റ്റമറിന് നമ്മളുടെ BM ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.